Hello everyone, welcome to Say Cheers. ഇന്ന് ചോക്ലേറ്റ് മഫിൻസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ആറാൻ വെക്കണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചലിച്ചെടുക്കണം. അതിന് 1 കപ്പ് മൈദ, 1/4 കപ്പ് ഡയറി മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ചലിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ 3 തവണ ചലിച്ചെടുക്കുന്നുണ്ട്. ഇനി മഫിൻസ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ മോൾഡ് കിട്ടും. അതിനെ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ അടുക്കി വെച്ചിട്ട് അതിലൊക്കെ ലൈനർ ഇട്ട് കൊടുക്കണം. ലൈനർ ഇതുപോലെ മേടിക്കാൻ കിട്ടും ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന കടയിൽ. ഇതിനെ നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പും 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ, ബട്ടർ വേണമെങ്കിൽ ചേർത്താൽ നമുക്കിതിന് പകരം, 1 കപ്പ് കട്ടി തൈര്, പുളിക്കാത്ത തൈര്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊരു ഇലക്ട്രിക് ബ്ലെൻഡർ കൊണ്ടോ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതൊരു 1-1.5 മിനിറ്റൊക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടും. അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് സ്പാറ്റുല, ഈ സിലിക്കോൺ സ്പാറ്റുല കൊണ്ട് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്യണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ കോഫി പൗഡർ അലിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചുടുവെള്ളത്തിൽ, അതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. കാപ്പിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആ ചോക്ലേറ്റ് മഫിൻസിന് ഒന്നും കൂടെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു റിബൺ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടുള്ളൂ. പാലൊഴിച്ചിട്ടും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി പോകരുത്, ഭയങ്കര തിക്കും വേണ്ട. നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ നല്ല പരന്നിങ്ങനെ റിബൺ പോലെ വീഴണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അവസാനം 1 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ആ മഫിൻ മോൾഡിൽ ഒരു 1/4 ഭാഗം വരെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് പൊങ്ങി വരാൻ സ്ഥലം വേണമല്ലോ, അതുകൊണ്ട് മുഴുവനായിട്ട് നിറയ്ക്കേണ്ട, 1/4 ഭാഗം നിറച്ചാൽ മതി. ബാറ്റർ നമ്മൾ മഫിൻ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുന്ന മുമ്പായിട്ട് മൈക്രോവേവ് ഓവനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. OTG ആയാലും പ്രീഹീറ്റ് ചെയ്യുക. മൈക്രോവേവിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഹീറ്റ് ചെയ്യാനുള്ള ടൈം എടുക്കേണ്ടത്, നമുക്ക് ടൈം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്ത ഓവനാണെങ്കിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്താണെങ്കിൽ കുറച്ചുകൂടെ സ്വാദുണ്ടാവും. ഓവൻ പ്രീഹീറ്റ് ആയ ശേഷം നമുക്ക് അതിലേക്ക് ഇതിനെ ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ക്ലീനായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കേക്കിലെ പോലെ OTGയോ മൈക്രോവേവോ മഫിൻ മോൾഡോ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി കടായിൽ ഇതുപോലെ വാട്ടിയിൽ നമ്മൾ ചെറിയ വാട്ടികളിൽ ലൈനർ ഇട്ടിട്ട് ഇതുപോലെ മഫിൻ ഉണ്ടാക്കിയെടുക്കാട്ടുള്ളൂ. കടായിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം മഫിൻസ് ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട്, എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. 1/2 മണിക്കൂർ ചുരുങ്ങിയത് ബേക്ക് ചെയ്യണം. ആ മഫിൻസിൻ്റെ ഒരു സ്മെല്ല് വരും, അപ്പോഴേ തുറന്ന് നോക്കി സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നോക്കാൻ പാടുള്ളൂ. മൈക്രോവേവും OTG ആകുമ്പോൾ ആ സമയം കഴിയുമ്പോൾ തന്നെ നിൽക്കും, പിന്നെ ഓവർ കുക്കാകെ കരിഞ്ഞു പോകുമൊന്നും ആവില്ല. ഓവനിലുണ്ടാക്കിയാലും കടായിലുണ്ടാക്കിയാലും ഒരേപോലത്തെ ടെക്സ്ചറും ടേസ്റ്റും തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.